നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മമ്മൂട്ടിക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി. സിനിമയ്ക്കും പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കും നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഈ ബഹുമതി. ഇതിനു മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റും 2010 മമ്മൂട്ടിക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഓണററി ഡോക്ടറേറ്റ് ആണ്. എം.ആർ. അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ അനിൽ കരിയൂർ, സന്ദീപ് എന്നിവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നും കേസ് ഡയറി തിരുത്താനും മുന്നിൽ നിന്നത് അജിത് കുമാർ ആണെന്നും ഇപ്പോൾ തെളിവ് ലഭിച്ചിരിക്കുന്നു. നാളെയാണ് ഗൺമാൻമാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കേസ് മുന്നോട്ടു പോകുന്നത്. ആൾക്കൂട്ട കൊലപാതകം പ്രതിയെ വെറുതെ വിട്ടു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ആദ്യ പ്രതിയെ വെറുതെ വിട്ടു. ആൾക്കൂട്ട മരണം സംഭവിക്കുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 16 പേരാണ് പ്രതികളായി ഉണ്ടായിരുന്നത്. അതിൽ വെറുതെ വിട്ട 2 പേരെ ഇപ്പോൾ ശിക്ഷിക്കുകയും പ്രധാന പ്രതി ഹുസൈനെ വെറുതെ വിട്ടിരിക്കുകയുമാണ്. കൂട്ടത്തിൽ 13 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ കാണാൻ ഹർഷിന. സിസേറിയനിടയിൽ കത്രിക കൂടിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഹർഷിന. ചികിത്സാ പിഴവിനെ തുടർന്ന് വർഷങ്ങളോളം ഗുരുതരമായ വേദനകൾ അനുഭവിച്ച് ഒടുവിൽ സ്കാനിങ്ങിലാണ് ഇത് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത്. ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടന്ന ഈ സംഭവത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയെ വീണ്ടും കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹർഷീന. മുനമ്പത്ത് താമസിക്കുന്ന ഭൂമി അവർ വില കൊടുത്ത് വാങ്ങിയതാണെന്നും വഖഫ് ബോർഡ് അത് അവരുടെ സ്വന്തമായി ഉള്ളതാണെന്നും വാദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിനിടയിൽ പല രാഷ്ട്രീയ വിഷയങ്ങളും ഉണ്ടായി. എന്നാൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം വേണ്ട എന്നും പരിഹാരം ഉടനെ കാണുമെന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ താമസ സ്ഥലമാണ് വിവാദത്തിൽ പെട്ടുകിടക്കുന്നത്.